Nerede zulme uğrayan varsa yardıma giden. Zalimin önünde. ഭയങ്കര പ്രസന്റേഷൻ കേട്ടോ ഇവന്മാര്. നമ്മൾ ബുർസ സിറ്റിയിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടുത്തെ കാഴ്ച ഞാൻ കാണിച്ചു തരാം. നല്ല ടൗൺ ആണ് കേട്ടോ. നമ്മുടെ ടീമൊക്കെ ആ കടയുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഉള്ളിൽ സ്വീറ്റ്സ് ഒക്കെ വാങ്ങാണ്. തുർക്കിയിൽ വരുന്ന സമയത്ത് ഇസ്താംബൂൾ മാത്രമല്ല കേട്ടോ, ഇതുപോലെ കുറേ ഏരിയകളുണ്ട്. എല്ലാ ഏരിയകളും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് തുർക്കി എന്ന് പറയുമ്പോൾ ഏഷ്യ യൂറോപ്പ് ഒരു മീറ്റിംഗ് പോയിന്റ് ആണല്ലോ. രണ്ട് സ്ഥലത്തെ കൾച്ചറുകളും വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലം തന്നെയാണ് തുർക്കിയിലെ ഓരോ സ്ഥലവും. ഇവിടുത്തെ ഒരു മെയിൻ ഇൻഫ്ലുവൻസർ ആട്ടോ പുള്ളിക്കാരി. അപ്പോൾ അവർ ഇങ്ങനെ ഇവിടെ കാണാൻ വന്നതാണ്. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ഷീ ഈസ് ഗോയിങ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഇറ്റ് ഈസ്. I forget in English what it is. But it's a nut. Nut. You know, there is a smaller and this big. Chestnut. ഇതാണ് പോലും ഐറ്റം. Nice. നമ്മുടെ നാട്ടിലെ കിഴങ്ങില്ലേ, കപ്പ അതിന്റെ ടേസ്റ്റാണ്. പക്ഷെ കുറച്ച് തിക്കായിട്ടുണ്ട്. ഇനി ടർക്കിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാഴ്ച കാണാൻ പോവാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ആ ഫേമസ് ആയിട്ടുള്ള കാഴ്ചയാണെന്ന് പുള്ളി പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനും അത് തന്നെ പറഞ്ഞു. സ്പെഷ്യൽ കാഴ്ച കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ കൂടി നിന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം എന്തോ സെറിമണി ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. സെറിമണി എന്ന് പറയുന്നുണ്ട്. ബട്ട് ഡോണ്ട് നോ വാട്ട് ഈസ് ദ സെറിമണി ഗോയിങ് ടു ഹാപ്പൻ. ഇവിടെ നടക്കാൻ പോകുന്നത് ചേഞ്ച് ഓഫ് ഗാർഡ്. നമ്മുടെ വാഗാ ബോർഡറിലൊക്കെ നടക്കുന്ന പോലുള്ള നമ്മുടെ വാഗാ ബോർഡറിലൊക്കെ നടക്കുന്നില്ലേ? വാഗാ ബോർഡറിലൊക്കെ നടക്കല്ലേ, ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള പരിപാടികൾ. അതുപോലത്തെ എന്തോ സംഭവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇന്ത്യ സഡൻലി എല്ലാവരും അങ്ങോട്ട് മാറാൻ പറഞ്ഞു. ഒരു ഫ്ലാഗ് ഒക്കെ ആയിട്ട് വരുന്നു. ഇതെന്തോ ഇവിടുത്തെ മെയിൻ സംഭവമാണെന്ന് മനസ്സിലായി. കാരണം ഇത്രയും ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഇവിടെ. ഓക്കെ, ഇപ്പോൾ പെട്ടെന്ന് വന്നതാണ് ഇത്രയും ആൾക്കാർ. ഈ ടൈം നോക്കിയിട്ട് വന്നതാണ്. ആ ഉള്ളിൽ നിന്ന് രണ്ടുപേര് വന്ന് പുറത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ കോടാലി ഉണ്ട്, ഒരാളുടെ കയ്യിൽ വരുന്നുണ്ട്. ഇതെന്താ പരിപാടി എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. എല്ലാവരും സൈലന്റ് ആയിട്ടുണ്ട്. തിരുവനാടകമൊന്നല്ലല്ലോ. Yeryüzünü döşek, atını kanat bilen. Nerede zulme uğrayan varsa yardıma giden. Zalimin önünde kat sağa eğilmeyen. Allah'tan başka ilah bilmeyen. Atamız Oğuzhan oğlundan, Gülhan neslinden, Kayhan boyundan. Nöbetiniz kutlu ve şerefli ola. Amin. Ayetler. ആയുധാഭ്യാസം ഉണ്ടോ? Musat, şön. Yola devam. എന്തൊക്കെയാ പറഞ്ഞിട്ട് അവന്മാര് തിരിച്ചു പോണു. എന്താ ഗാർഡ്സ് മാറിയോ? ഓക്കെ. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന 2 ഗാർഡ്സ് മാറിയിട്ട് പുതിയ ഗാർഡ്സ് അവിടെ വന്നു. ആ ഒരു ചടങ്ങാണ്. പണ്ട് എപ്പോഴും നടന്നുകൊണ്ടിരുന്ന ചടങ്ങിന്റെ ഒരു റീക്രിയേഷൻ ആണ് ഇവിടെ നടന്നത് കേട്ടോ. ഇപ്പോഴാണ് ആ പഴയ ആൾക്കാർ ഇത്രയും ഡയലോഗൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി. അങ്ങനെ വരട്ടെ, അതായിരുന്നു പരിപാടി. ഞാൻ ആകെപ്പാടെ കൺഫ്യൂഷനായി. ഇതെന്തായാലും പരിപാടി നടക്കാൻ പോണേന്ന്. അതായത് 2 ഗാർഡ്സിനെ ചേഞ്ച് ചെയ്തിട്ട് പുതിയ ഗാർഡ്സിനെ വെക്കുന്ന സമയത്തുള്ള ഒരു പരിപാടിയാണ്. കുറെ കൂടി കാര്യങ്ങൾ എനിക്ക് വ്യക്തമായി. അതായത് ഓട്ടോമൻ രാജവംശത്തിലെ 17ഓളം കബറുകൾ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അതിനോടുള്ള ഒരു റെസ്പെക്ട് എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവരിങ്ങനെ ഗാർഡ് ചേഞ്ചിങ് സെറിമണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ടുള്ളൂ ഈ സെറിമണി വന്നിട്ട്. അപ്പോൾ അത് പ്യുവർലി ടൂറിസം റിലേറ്റഡ് ആയിട്ട് ഒന്നും കൂടി ഒരു കൊഴുപ്പുണ്ടായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു ഖബറിനുള്ളൊരു പ്രത്യേകത, ഇത് ആ രാജവംശത്തിലെ 17 പേരുടെ ഖബർ ഉൾക്കൊള്ളുന്ന ഒരു കെട്ടിടമാണ് ബാക്കിലുള്ളത്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയത്ത് ഓരോ മണിക്കൂറിലും ഒരു തവണ ഇങ്ങനെ ഗാർഡ് ചേഞ്ചിങ് സെറിമണി നടക്കുന്നുണ്ടാവും. അടുത്ത 1 മണിക്കൂറിലേക്ക് ഈ 2 പേരായിരിക്കും ഇവിടെ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി വെക്കാം. യെസ്, ഇതാണ് അപ്പോൾ സംഭവം. ഇതിന് കാവലായിട്ടാണ് അവർ പുറത്തുള്ളത്. ഇതാ കണ്ടോ, ഓരോരുത്തരുടെ ഇതൊക്കെ ആരൊക്കെയാണെന്നുള്ളതൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഓരോ സുൽത്താനും സുൽത്താൻ്റെ മകനും അങ്ങനെ എല്ലാ ആ രാജവംശത്തിലെ ഒരുപാട് പേരുടെ ഖബറുകളാണ് ഈ കാണുന്നത്. അപ്പോൾ അതിന് മുന്നിലുള്ള ഒരു സെറിമണിയാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഇത് ഇവിടുത്തെ ഫേമസ് സെറിമണിയാണ് അത്ര. ഓ മൈ ഗോഡ്, താങ്ക് യു സോ മച്ച്. നമുക്ക് കുറെ ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടാ കടയിൽ നിന്ന്. കൊള്ളാലോ ഇവര്.
ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഈ ഫാം ട്രിപ്പിന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ ഗുണമുണ്ട് അല്ലേ? ഫാം ട്രിപ്പിന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ ഗുണമുണ്ട്. ഒരു ലോക്കൽ ബസാറിലേക്ക് ഇറങ്ങാണ്. ബുർസയിലുള്ള ഒരു ഓൾഡ് ബസാറിൽ വന്നേക്കാണ്. പഴയ ടൈപ്പ് ഒരു ബിൽഡിങ്. അതിന്റെ താഴെ നമ്മൾ തുർക്കിഷ് കോഫിയൊക്കെ കുടിക്കാതിരിക്കുക. മെയിൻ ഒരു സ്ട്രീറ്റ് ആണ്. സ്ട്രീറ്റ് വൈബ് നോക്കിയേ. ട്രഡീഷണൽ ബുസ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോണേ. ട്രഡീഷണൽ തുർക്കിഷ് ബ്രെഡ്. നമ്മൾ കഴിഞ്ഞ തവണ കസ്റ്റമോനോയിൽ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രീറ്റ് കണ്ടോ. Welcome to Bursa. Bursa is wonderful, great. നമ്മളൊരു റെസ്റ്റോറന്റിൽ വന്നിട്ടാണ്. ഇന്നത്തെ ഡിന്നറിന്റെ ടൈമാണ് ഇപ്പോ. അപ്പൊ ഒരു സ്പെഷ്യൽ സാധനം, ഒരു ട്രഡീഷണൽ റെസ്റ്റോറന്റിൽ വന്നിട്ടാണല്ലോ. Like we are in heaven. Bereketi mümin kardeşlerimizin üzerine olsun inşallah. Like Arabistan, Pakistan, Lübnan, Suriye, Katar hepsi gelsin. Bursa'ya gelsin. Yeseydiniz അപ്പൊ അടിപൊളി. Dry ice with warm water. Chef, smile. Ben şimdi çekimde nasıl çekeceğim? എന്തൊക്കെയോ സാധനങ്ങൾ വരുന്നുണ്ട്. Video. Yaksana Alevi, evet. Wow. ഫയറിങ്. ഇപ്പന്മാര് ഭയങ്കര ആഘോഷാക്കിയല്ല. ഇത് പൂത്തിരിയൊക്കെ കത്തുന്നു. ബർത്ത്ഡേ സെലിബ്രേഷൻ പോലെ ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ ബുർസ. ബുർസ 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 ബുർസ. താങ്ക് യു ബുർസ. ഫുൾ സെറ്റപ്പ് ആയിരുന്നു. ഒരു കുറവും വരുത്തില്ല. ഇതിപ്പോ എന്താ ഇവിടെ നടന്നതെന്ന് മനസ്സിലായില്ല. ഡിന്നർ കഴിക്കാൻ വന്ന ഇപ്പൊ ഇവിടെ വെടിക്കെട്ട് പൂരൊക്കെ നടന്ന പോലെ ആയിരുന്നു. അടിപൊളിയാക്കി. ഈ ഒരു റെസ്റ്റോറന്റ് ടീം ഗംഭീരമായിട്ട് നമ്മളെ എൻഗേജ് ചെയ്യും. താങ്ക് യു സോ മച്ച് ഫോർ ഇൻട്രൊഡ്യൂസിംഗ് ദിസ്. താങ്ക് യു. മാഷാഅല്ലാ. അത് തീർന്നില്ലേ? ഭയങ്കര പ്രസന്റേഷൻ ആട്ടോ ഇവന്മാര്. ഇന്ന് ഡിന്നർ കഴിച്ചത് ഈ ഒരു റെസ്റ്റോറന്റിലാണ്. ഊർ പിഡ്ലി കോഫ്റ്റെ. എന്റെ മോനെ, ഇവരുടെ ട്രീറ്റ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പുള്ളിയാണ് ആള്. പുള്ളി I'm saying you treated such a level. Herkesi Bursa'da, Türkiye'de Uğur Pideli Köfte'yi bekliyoruz. Tüm Katarlar, Arabistan, Pakistan kim varsa gelsin. അതൊന്നും എനിക്കറിയാൻ പാടില്ല. Bursa, Türkiye'de kafadan tanırsınız ആ kafadan. ഇതുവഴി പോകുന്ന ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റിൽ വന്നിട്ട് ഫുഡ് കഴിക്കണം. അതന്നെ. സോ അടിപൊളി. താങ്ക് യു ബ്രോ. യു ആർ സോ സ്മാർട്ട്. Efendim, Türk, Arabistan, Güneydoğu, Amerika. Evet, bakın herkese Uğur nasıl yazıyorum. Bak, ഊർ പിഡ്ലി കോഫ്റ്റെ. അടിപൊളി ഒരു ഡിന്നർ എക്സ്പീരിയൻസ് ആയിരുന്നു അവർ തന്നത്. അതായത് നല്ല ഗംഭീര ഫുഡ്, അതിന്റെ പ്രസന്റേഷൻ എക്സലന്റ് ലെവല്. പോരാത്തതിന് അതിനുശേഷം ഇറങ്ങുമ്പോൾ അവർ പൂത്തിരിയൊക്കെ കത്തിച്ചിട്ട് ഗംഭീരമായിട്ടാണ് നമ്മളെ വിട്ടേക്കുന്നത്. ഞാൻ പുള്ളിയോട് ചോദിച്ചു നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് വരുന്നോ ഖത്തറിലേക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. പുള്ളി പറഞ്ഞ് ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ചയോടെ ഈ ദിവസത്തെ വിശേഷങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം കാണിക്കാം. സോ നമ്മുടെ ട്രിപ്പ് വരുന്നുണ്ട് റഷ്യയിലേക്ക്. മാപ്സ് ആൻഡ് വോക്സിൻ്റെ കൂടെ നമ്മൾ നെക്സ്റ്റ് ട്രിപ്പ് ചെയ്യാണ്. ഏപ്രിൽ 11 മുതൽ ഏപ്രിൽ 16 വരെയുള്ള ദിവസങ്ങളിൽ ഒരു ഈദ് ഹോളിഡേയ്സ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ട്രിപ്പാണ്. ട്രാവൽ വിത്ത് RJ സൂരജ് നെക്സ്റ്റ് സീസൺ. അപ്പോൾ ആ ട്രിപ്പിൽ ജോയിൻ ചെയ്യാൻ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യാനുള്ള അവസരം കിട്ടുന്നത്. അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.